അള്ളാഹുവിന്റെ പ്രവാചകൻ എല്ലാവരെയും പറഞ്ഞു വിട്ടു. അവസാനം നബി തങ്ങൾ അവിടുന്ന് നാട് വിടാൻ തീരുമാനിച്ചു, ഹിജറ ചെയ്യാൻ തീരുമാനിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകം തീരുമാനമെടുത്തു. അള്ളാഹുവിന്റെ റസൂല് വീടിനകത്തേക്ക് കയറിയിട്ട് പോകാൻ തയ്യാറാകുമ്പോ ഇബ്ലീസ് ഓടുകയാ, സാക്ഷാൽ ഇബ്ലീസ് ഓടുകയാ. ഓരോ വീട്ടിലും പോയി പറഞ്ഞു മുഹമ്മദ് നാട് വിടാൻ പോകുകയാ, മുഹമ്മദ് നാട് വിടാൻ പോകുകയാണ്. കൊല്ലണമെങ്കിൽ ഇന്ന് കൊന്നുകൊള്ളണം, ഇനി ഒരിക്കലും തൊടാൻ കിട്ടൂല. മുഹമ്മദ് മദീനത്തേക്ക് പോകുകയാണ്, ഇനി ഒരിക്കലും കൊല്ലാൻ പറ്റൂല. കൊല്ലണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ കൊല്ലണം. ഇബ്ലീസ് പോയി പറഞ്ഞു കൊടുത്തു. ശത്രുക്കൾ മുഴുവനും ഒരുമിച്ച് കൂടി. എല്ലാവരും പടച്ചവനെ ഇളകി വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ നബി തങ്ങളുടെ വീട് വളയുകയാണ്. ഊരിപ്പിടിച്ച വാളുമായി ശത്രുക്കൾ മുഴുവനും അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ പുറത്ത് കാത്തു നിൽക്കുകയാ. നബി തങ്ങൾ ഇറങ്ങിയാൽ ആരുടെ കയ്യിലാണോ കിട്ടുന്നത് കൊന്നുകൊള്ളുക, കൊല്ലുന്നവന് പ്രതിഫലമുണ്ട്. എല്ലാവരും വീടിന്റെ പുറത്തിങ്ങനെ കാത്തു നിൽക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകനും അലിയാര് തങ്ങളും വീടിനകത്തുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാര് തങ്ങളോട് ചോദിക്കുന്നു, അലിയേ ഞാൻ കടന്ന സ്ഥലത്ത് നീ കടക്കുമോ അലിയേ? ഈ വിരിപ്പിൽ നീ കടക്കുമോ അലിയേ? അലിയാര് തങ്ങളുടെ ധൈര്യമൊന്ന് ചിന്തിക്കടാ ഹദ്ദാദിലെ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ഞാൻ കടന്നിരുന്ന സ്ഥലത്ത് നീ കടക്കുമോ? യാ റസൂലല്ലാഹ്, എനിക്കെന്ത് പേടിയാ നബിയേ, എനിക്കെന്ത് പേടിയാ നബിയേ. അലിയാര് തങ്ങൾ അവിടെ കിടക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു. വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാ സമയമാകുമ്പോ അതാ ആകാശത്ത് നിന്ന് വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. കേൾക്കണേ പെങ്ങള്, പേടിച്ച് വിറച്ച് നടക്കുന്ന പെണ്ണേ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വരികയാണ്. AK-47 ആറ്റം ബോംബുമായിട്ടായിരുന്നല്ല. നബി തങ്ങളെ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നതല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് ഇറങ്ങി വന്നിട്ട് ജിബ്രീൽ പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, വാതില് തുറക്കുന്നതിന് മുമ്പ് കാൽച്ചുവട്ടിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരണേ നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, വാതില് തുറക്കുന്നതിന് മുമ്പ് കാൽച്ചുവട്ടിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? യാസീനോദില്ലേ വാപ്പാ, യാസീനോദില്ലേ ചെറുപ്പക്കാരാ. അതിനകത്തൊരായത്തുണ്ടല്ലോ, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഈ ആയത്ത് ഓതുന്നവരല്ലേ നബി തങ്ങളോട് പറഞ്ഞു കൊടുക്കും, ഈ ആയത്ത് ഓതിയിട്ട് ആ വാരിയെടുത്ത മണ്ണിൽ ഊതണം നബിയേ, ഊതണം നബിയേ. വാതില് തുറക്കണം നബിയേ, നാലു ഭാഗത്തേക്ക് വലിച്ചെറിയണം നബിയേ, അവരുടെ മുന്നിലൂടെ ഇറങ്ങി നടക്കണം നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഒരു ഈമാനുള്ള മനുഷ്യനുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അവൻ ആയുധം വേണ്ടടോ, അവൻ ആറ്റം ബോംബ് വേണ്ടടോ, അവൻ ആൾബലം വേണ്ടടോ, അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണ് മതിയടാ. നിസ്കാര തടമ്പുള്ള പടച്ചറപ്പിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു അടിമയ്ക്ക് ഒരു പിടി മണ്ണ് മതി രക്ഷപ്പെടാൻ. ഒരു പിടി മണ്ണിന് പോലും പവറാണെന്ന് ഈ ചരിത്രം പഠിപ്പിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു പിടി മണ്ണ് വാരി യാസീനിലെ ആയത്തോടി വാതില് തുറന്നിട്ട് നാലു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞു. വാടും പിടിച്ചുകൊണ്ടിരിക്കുന്നവന്മാരുടെ കണ്ണ്
കണ്ണിന്റെ മുമ്പിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി നടക്കുകയാണ്. KGF-ലെ നായകനൊന്നുമല്ലടാ, ഇതല്ലേ നായകന്, ഇതല്ലേ നായകന്. വീട് മുഴുവനും വളഞ്ഞിരിക്കുന്ന യോദ്ധാക്കളുടെ നടുവിലൂടെ ആയുധമില്ലാതെ നബിതങ്ങൾ നടന്നടാ ചെറുപ്പക്കാരാ. ഈമാനിന്റെ ബലത്തിലാ, ഈമാനിന്റെ ബലത്തിലാ. നീയൊക്കെ എന്തിനാ പേടിക്കുന്നത്, നീയൊക്കെ എന്തിനാ പേടിക്കുന്നത്? മജ്ലിസിന്നൂർ പാരായണം ചെയ്യുന്നവനല്ലോ. ബദരീങ്ങളെ മറക്കാൻ പറ്റുമോ ചെറുപ്പക്കാരാ? ബദർ ദിനം ആഘോഷിക്കുന്നവനല്ലോ. 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയ ചരിത്രം പഠിച്ചവര്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പില് ഒരു സ്വഹാബി വന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, യുദ്ധത്തിന് പോകുകയാണ്, ബദറിലേക്ക് ഇറങ്ങി പോവുകയാണ്. എന്റെ കയ്യിൽ വാളില്ല, പരിചയില്ല, ഒരായുധവുമില്ല. വെറും കയ്യോടെ നബിതങ്ങളുടെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞ സ്വഹാബിയോട് താഴെ കിടന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കയ്യിൽ കൊടുത്തടാ. ഈന്തപ്പന മരത്തിന്റെ ഓലയുടെ മടലുണ്ടല്ലോ, ആ മടലെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ് യുദ്ധത്തിന് പോകാറ്. അല്ലാഹുവിന്റെ റസൂലാ കൊടുത്തത്. ആ സഹാബിക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. മടല് കൊണ്ടെങ്ങനാ യുദ്ധം ചെയ്യുന്നതെന്ന് ചിന്തിച്ചില്ല. നബിതങ്ങളല്ലേ കൊടുത്തത്. പടച്ചറപ്പേ, അതാ ബദറിന്റെ രണാങ്കണത്തിൽ കിടന്നു തന്നിട്ട് സ്വഹാബി മടലങ്ങ് വീശുമ്പോ ശത്രുവിന്റെ തലയറ്റു പോകുകയാ. ഇതാടോ പേടിക്കുന്നത് എന്തിനാ? ഈമാൻ കൊണ്ടല്ലേ നമ്മൾ രക്ഷപ്പെടേണ്ടത്, ഈമാൻ കൊണ്ടല്ലേ രക്ഷപ്പെടേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഇറങ്ങി നടക്കുകയാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാത്തു നിൽക്കുകയാ. നബി തങ്ങൾ ചോദിച്ചു, വരുന്നു അബൂബക്കർ, എന്റെ കൂടെ വരുന്ന അബൂബക്കർ. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഞാനുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂലും അബൂബക്കറും യാത്ര തുടങ്ങിയല്ലോ. ചരിത്രം പഠിച്ചവനാണല്ലോ. മക്കത്തും മദീനത്തും പോകുമ്പോ ഗുഹ കാണാ പോകുന്നവനാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉറങ്ങുകയാണ്. അബൂബക്കർ തങ്ങളുടെ മടിയിൽ കിടന്ന് ഗാർ സൗറിനകത്ത് കിടന്നുറങ്ങുമ്പോ നബി തങ്ങൾ അബൂബക്കർ തങ്ങളുടെ മടിയിൽ കിടന്നുറങ്ങുമ്പോ അബൂബക്കറുടെ തങ്ങളുടെ കൈകാല് വിറയ്ക്കുകയാ. അവിടുത്തെ കൈകാല് വിറയ്ക്കുകയാണ്, പേടിച്ച് വിറയ്ക്കുകയാ. നബി തങ്ങളെ ഞെട്ടിയുണർന്നു, നബി തങ്ങളെ ഞെട്ടിയുണർന്നു. പേടിച്ച് വിറച്ചിരിക്കുന്ന അബൂബക്കറിനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തു പറ്റി അബൂബക്കറെ, എന്തു പറ്റി അബൂബക്കറെ? യാ റസൂലല്ലാഹ്, ഗുഹയുടെ മുകളിൽ വാളും പിടിച്ച് ശത്രു നിൽക്കുകയാണ് നബിയേ. ഈ ഗുഹയുടെ മുകളിൽ വാളും പിടിച്ച് ശത്രു നിൽക്കുകയാണ്. അവന്റെ വാളിന്റെ വെളിച്ചം ഇതിനകത്തടിക്കുന്ന നബിയേ. അവൻ താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കുമല്ലോ, നമ്മളെ കൊല്ലുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് പേടിച്ചുകൊണ്ട് പറഞ്ഞപ്പോ നബി തങ്ങൾ ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുകയാ. അബൂബക്കർ തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയെ ചിരിക്കുന്നത്, എന്തിനാ നബിയെ ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അബൂബക്കറിനോടല്ല പറഞ്ഞത്, ഖിയാമത്ത് നാട് വരെയുള്ള മുസ്ലിമീങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാ. 1400 കൊല്ലം മുമ്പ് ഗുഹയുടെ മുകളിൽ വാളും പിടിച്ച് നിൽക്കുന്ന ശത്രുവിനെ കണ്ടപ്പോ താഴേക്ക് നോക്കിയാ കാണുമല്ലോ നബിയേ, നമ്മളെ പിടിക്കുമല്ലോ, നമ്മളെ കൊല്ലുമല്ലോ എന്ന് പേടിച്ചു പറഞ്ഞ അബൂബക്കറിനോട് നബി തങ്ങൾ പറയുകയാ, നമ്മൾ രണ്ടുപേരും മാത്രമല്ല, നമ്മൾ രണ്ടുപേരും മാത്രമല്ല, ഈ ഗുഹയ്ക്കകത്ത് മൂന്നാമതൊരാൾ കൂടെയുണ്ട് അബൂബക്കറെ. ആരാണ് നബിയേ? അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ അബൂബക്കറെ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നബി
തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, അല്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? എനിക്ക് നിങ്ങളോടും ചോദിക്കാനുള്ളത്, അല്ല ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ മക്കളെ ഭയപ്പെടുന്നത്? ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ശത്രുവിന്റെ വലിപ്പം കണ്ട് പേടിക്കല്ലേ, ഒരിക്കലും ശത്രുവിന്റെ വലിപ്പം കണ്ട് പേടിക്കരുത്. പടച്ചവനെ, ബദറാകട്ടെ ബുഹദാകട്ടെ, ലോകത്ത് കടന്നു വന്ന ഇസ്ലാമിക യുദ്ധങ്ങൾ നിങ്ങളെടുത്ത് പഠിച്ചു നോക്കടോ. ഭൂരിപക്ഷം ഒരെണ്ണത്തിൽ പോലും ജയിച്ചിട്ടില്ല, ന്യൂനപക്ഷമാണ് ജയിച്ചത്. അതുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങളും പിടിക്കുന്നത് കണ്ടിട്ട് നീ വിരളല്ലേ, നീ പേടിക്കല്ലേ, നീ അല്ലാഹനെ ഭയപ്പെട്ട് ജീവിക്ക്. കൊല്ലുമെന്ന് പറഞ്ഞാൽ, അതാ ജയിലിലടക്കുമെന്ന് പറഞ്ഞാലും, എന്തെല്ലാം പീഡനങ്ങൾ നിന്റെ മുമ്പിൽ കാണിച്ചാൽ മോനെ ഖുർആനനുസരിച്ച് ജീവിക്കടാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കടാ. നിനക്കാണ് സ്വർഗ്ഗം ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ പറയുകയാ, ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു തരും. നിന്നെ ഭയപ്പെടുത്തും, കൊല്ലുമെന്ന് പറയും, ജീവനോടെ കത്തിച്ചു കളയുമെന്ന് പറയും. പക്ഷേ ഒന്നും ചെയ്യില്ലടാ ചെറുപ്പക്കാരാ, അല്ല കൂടെയുണ്ടല്ലോ. ഈ ലോകത്തിന്റെ അധിപനായ അല്ല കൂടെയുണ്ടല്ലോ. അബൂബക്കറെ, അവന് കാലിലേക്ക് നോക്കണമെങ്കിൽ അവൻ വിചാരിച്ചാ പോരാ. ഈ മുകളിൽ വാളും പിടിച്ചു നിൽക്കുന്നവൻ കാലിലേക്ക് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അല്ല തീരുമാനിക്കണം. അല്ല തീരുമാനിച്ചാലേ താഴേക്ക് നോക്കാൻ പറ്റൂ, അല്ല വിചാരിച്ചാലേ നമ്മളെ പിടിക്കാൻ പറ്റൂ. അതുകൊണ്ട് അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ ഇപ്പൊ അല്ല നമ്മുടെ കൂടെയുണ്ടോ? ഇല്ല. ഇപ്പൊ നമ്മളെല്ലാരും ദുആ ചെയ്ത്, പടച്ചവനെ ഇവന്മാർക്ക് അധികാരം കൊടുക്കല്ലേ, അല്ല അവന്മാർക്ക് തന്നെ കൊടുത്തു. എന്തേ കാരണം? അല്ല പറയുന്നത് ഞാനും നിങ്ങളും കേൾക്കണില്ല. അപ്പൊ അല്ലാഹു ഇവന്മാരെ കൊണ്ട് നമ്മളെ നന്നാക്കാൻ തീരുമാനിച്ചു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. NRCയുടെ ആൾക്കാർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് ഭിത്തിയിൽ എഴുതി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈമാൻ തരുമാറാകട്ടെ. ഏക സിവിൽ കോഡ് വരട്ടെ, കരിച്ചാലും പൊരിച്ചാലും നിനക്കെന്താ? നീ മരിക്കേണ്ട സമയത്ത് നീ മരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പൊന്നാര ചങ്ങാതി, അല്ല കൂടെ ഉണ്ടാകാനുള്ള പരിശ്രമങ്ങൾ നോക്ക്. അല്ല കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടാം. കൂടെ വേണോ? ഖുർആൻ അനുസരിച്ച് ജീവിക്കുക, ദീൻ അനുസരിച്ച് ജീവിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ല പറഞ്ഞു, 2 വിശപ്പ് തെരിഞ്ഞാൽ. രണ്ടാമത്തെ പരീക്ഷണം വിശപ്പ്. അല്ലാഹു വിശപ്പ് തന്ന് പരീക്ഷിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ വിശപ്പ് സഹിച്ചിട്ടുള്ളതാരാ? ഞാൻ നിങ്ങളാ? ലോകത്ത് ഏറ്റവും കൂടുതൽ വിശപ്പ് സഹിച്ചിട്ടുള്ളതാരാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 3 കൊല്ലം, 1-2 ആഴ്ചയോ ദിവസമല്ല, 3 വർഷക്കാലം നബിതങ്ങളും തന്റെ കുടുംബവും ഷുഐബ് അബീ താലിബിന്റെ മലഞ്ചെരുവിൽ പട്ടിണി കിടന്നടോ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ച് കഴിച്ചു നബിതങ്ങളും കുടുംബവും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് പറിച്ചു കഴിച്ചു? വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ച് കഴിച്ചിട്ട് ആട് കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചു. നബിതങ്ങളും കുടുംബവും വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല തിന്നു. ഈ ഇരിക്കണ ആരെങ്കിലും ഇല തിന്നിട്ടുണ്ടോ ജീവിതത്തിൽ? നമ്മൾ ആരെങ്കിലും വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഇല തിന്നിട്ടുണ്ടോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണം, തിന്നിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഇല തിന്നും. എപ്പോഴാണെന്നറിയാവോ? മന്തി ബിരിയാണി ഇവിടെ വരെ തിന്നിട്ട്, മട്ടൻ മന്തി തിന്നിട്ട് ദഹിക്കാൻ വേണ്ടി കുറച്ച് ഇല വാരി തിന്നും. ഇതാണ് നമ്മൾ ഇലയും തമ്മിലുള്ള ബന്ധം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ പിന്നെ മന്തിയുടെ കാര്യത്തിൽ തീരുമാനമായി. മന്തി എന്തൊക്കെ പേര്, മഹദി, നെഹ്ദി, മഹദി ഇമാമിന്റെ പേരാ മന്തിക്ക്. എന്തൊക്കെ പേരാപ്പാ. അൽഹംദുലില്ലാഹ്. ശരി, എന്തെങ്കിലും ആകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, നമ്മൾ പറയുന്നത് ഉസ്താദ് വിശപ്പ്, പട്ടിണി. പള്ളിയിൽ പോകാത്ത എന്താ ഉസ്താദ്? ജോലിക്ക് പോണ്ടേ, ചെലവിന് കൊടുക്കണ്ടേ? ഇല്ല ഉസ്താദ് പട്ടിണി. അതുകൊണ്ട് നീ നിസ്കരിക്കാം. നീ ജോലിക്ക് പോകുന്നത് കാരണം നിസ്കരിക്കാൻ വയ്യ. എങ്ങനെ? പള്ളിക്കകത്ത് നിസ്കാരം നടക്കുന്നു, പോന്നില്ലടാ ഉസ്താദെ. കടയിൽ ഒരാള് വരുത്തില്ല, ഇപ്പൊ വന്ന കച്ചവടം പോയില്ലേ? മക്കളെ കെട്ടിക്കണ്ടേ ഉസ്താദെ? വല്ലതും തിന്നാൻ കൊടുക്കണ്ടേ? നിങ്ങൾ പറയണ പോലെ അതിനകത്തിരുന്ന് അല്ലാഹ് നേരിട്ട് ഇറക്കി തരുവോ? ഈ പള്ളിക്കകത്ത് നിസ്കാരം നടന്ന നീയൊക്കെ പോവോ? ഈ പരിസരത്ത് വീടിന്റെ മുറ്റത്ത് വെറുതെ ഇരുന്ന പള്ളിയിൽ പോവോ? ഇല്ല. കാരണം എന്തേ? പട്ടിണി, നിസ്കരിക്കില്ല. എങ്കിൽ അല്ലാഹു പറയുകയാണ്, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും ചിന്തിക്കടോ. മഹാനായ
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ പറയുകയാണ്, ആയിഷ ഉമ്മ പറയുകയാണ്, എന്റെ വീടിനകത്ത് 3 മാസം തീ പുകഞ്ഞിട്ടില്ല. അള്ളാന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥ പറയുകയാണ്. ഭാര്യ പറയുന്നു, ആയിഷ ബീബി പറയുകയാണ്, 3 മാസക്കാലം എന്റെ വീടിനകത്ത് തീ കത്തിച്ചിട്ടില്ല. ചൂടുവെള്ളം തയ്യാറാക്കാൻ പോലും അവിടത്തെ തീ കത്തിച്ചിട്ടില്ല. കാരണം ഭക്ഷണമില്ലായിരുന്നു. ഭക്ഷണമുണ്ടെങ്കിലല്ലേ തീ കത്തിക്കേണ്ടത്. നബി തങ്ങളുടെ വീടിന്റെ അവസ്ഥയാണ്. എന്നിട്ടും അവിടത്തെ കുടുംബം ദീനനുസരിച്ച് ജീവിച്ചില്ലേ. പണം കിട്ടുമോ എന്ന് കരുതിയിട്ട് മാറിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് മാറിയില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം വരികയാണ്. ഹദ്ദാദിലെ ഉമ്മമാരെ, പണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ദാരിദ്ര്യത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ മടിക്കുന്ന പെങ്ങള്, നിനക്ക് അല്ലാഹു ചെയ്ത നിഅമത്തിന്റെ വില നിനക്കറിയണോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആയിഷ ബീവിയോട് വിളിച്ചു പറയുന്നു, ആയിഷ, എനിക്ക് വിശക്കുന്നു ആയിഷ, കഴിക്കാൻ ഭക്ഷണം താ ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ നാവ് കൊണ്ട് ചോദിക്കുകയാണ്. ആയിഷ ബീബി തല താഴ്ത്തി പിടിച്ചു. നബി തങ്ങൾക്ക് മനസ്സിലായി ഭക്ഷണമില്ലെന്ന്. നബി തങ്ങൾ പറഞ്ഞു, ഇത്തിരി വെള്ളമാണ് ചോദിച്ചത് ആയിഷ, കുടിക്കാൻ ഇത്തിരി വെള്ളമാണ് ചോദിച്ചത്. ആയിഷ ഉമ്മ കരയുകയാ, ആയിഷ ബീബി കരയുകയാ. കാരണം തന്റെ ഭർത്താവ് വീടിന്റെ മുമ്പിൽ വന്ന് വെള്ളം ചോദിച്ചപ്പോ കൊടുക്കാൻ വെള്ളം പോലും വീടിനകത്തില്ല. ആയിഷ ബീബി കരയുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂലിന് മനസ്സിലായി വെള്ളമില്ലെന്ന്. കുറ്റപ്പെടുത്തിയില്ല, ഒന്നും മിണ്ടിയില്ല. മോളെ ആയിഷ, നോമ്പ് പിടിച്ചു കൊള്ളാം ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകന് വീടിനകത്ത് കയറുകയാണ്. ഒരു മൂലയിൽ പോയി കിടന്നു. നബി തങ്ങൾ ഉറങ്ങുകയാണ്. അള്ളാന്റെ റസൂല് കിടന്നുറങ്ങുമ്പോ നബി തങ്ങളുടെ വയറിങ്ങനെ ഒട്ടിക്കിടക്കുകയാ. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ. നബി തങ്ങളുടെ വയറ് ഒട്ടിക്കിടക്കുകയാണ്. ആയിഷ ബീവിക്ക് സഹിച്ചില്ല, കരയുകയാണ്. പട്ടിണി കിടക്കുന്ന ഭർത്താവിന്റെ വയറ് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ ആയിഷ ബീവി കരയുമ്പോ നബി തങ്ങൾ ഉണരുകയാ, നബി തങ്ങൾ ഉണരുകയാ. എന്തേ ആയിഷ? ഹദ്ദാദിലെ പെങ്ങള് 18 വയസ്സല്ല, 25 വയസ്സല്ല, 30 വയസ്സല്ല, 50 വയസ്സല്ല. ആയിഷയ്ക്ക് നിന്റെ മകളുടെ പ്രായമാ. ആയിഷയ്ക്ക് നിന്റെ പൊന്നാര മകളുടെ പ്രായമാ. സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ പ്രായമാ. ആയിഷ ബീബി വീടിനകത്തിരുന്ന് കരയുമ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, എന്തേ ആയിഷ? യാ റസൂലല്ലാഹ്, നിങ്ങൾ ചോദിച്ചിട്ട് തരാൻ ഭക്ഷണമില്ലല്ലോ നബിയേ. സങ്കടം കൊണ്ട് കരഞ്ഞതാ, സങ്കടം കൊണ്ട് കരഞ്ഞതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആയിഷ, കഴിക്കാനില്ലെങ്കിലും നീ എന്റെ കൂടെ ഇല്ലേ ആയിഷ? തിന്നാനില്ലെങ്കിലും കുടിക്കാനില്ലെങ്കിലും കൊട്ടാരമില്ലെങ്കിലും മോളെ വാടക വീടാണെങ്കിലും നീ എന്റെ കൂടെ ഇല്ലേ ആയിഷ? ഇതിനെക്കാളും എനിക്ക് എന്തേ വേണ്ടത്? നബി തങ്ങൾ തന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഹന്തക്കിന്റെ കിടങ്ങ് കുടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹന്തക്കെന്ന് പറയുന്ന കിടങ്ങ് കുടിച്ചു കൊണ്ടിരിക്കുകയാ. അപ്പോഴാണ് സ്വഹാബത്ത് തളർന്നു വീഴുകയാ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ പടുത്തു കിടക്കുന്ന മലരാരുണ്യത്തിൽ കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന സ്വഹാബികൾ ഇന്നതാ തളർന്നു വീഴുമ്പോ നബി തങ്ങളുടെ മുൻപിൽ വന്നിട്ട് കമീസ് പൊക്കിയിട്ട് പറയുന്നു, നബിയേ, വിശക്കുന്നു നബിയേ, വിശക്കുന്നു നബിയേ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ സഹാബത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ
അള്ളാന്റെ റസൂലിന്റെ മുമ്പില് അവര് കരഞ്ഞുകൊണ്ട് പറയുമ്പോ നബി തങ്ങളൊന്നും മിണ്ടിയില്ല. തന്റെ കമീസ് പൊക്കി കാണിക്കുകയാ. സ്വഹാബികളുടെ കണ്ണ് നിറയുകയാ. സഹാബികളുടെ കണ്ണ് നിറയുകയാ. കാരണം നബി തങ്ങൾ 2 കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ്. എല്ലാവരും ഒരു കല്ല് വെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വയറ്റിൽ 2 കല്ല് വെച്ചിട്ട് മുറുകെ കെട്ടി വെച്ചിരിക്കുകയാ. അതിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട് ഇത് പറഞ്ഞ അവര് ചോദിക്കും, ഉസ്താദേ, വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവോ? ഇതൊക്കെ പറഞ്ഞ ഇന്നത്തെ പുള്ളമാര് ചോദിക്കും, വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവോ എന്ന്. എനിക്കറിയില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നാ നമ്മുടെ വാപ്പാടെ അരയില് ഒരു പച്ച ബെൽറ്റ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? പണ്ടൊക്കെ നമ്മുടെ ഉപ്പാടെ അരയിൽ ഒരു പച്ച ബെൽറ്റ് ഉണ്ട്. അതിനകത്ത് പൈസ ആയിരുന്നില്ല. ആ പച്ച ബെൽറ്റിനകത്ത് സ്വർണ്ണക്കട്ടയൊന്നും വെച്ചോണ്ട് വന്നതല്ല. ഉപ്പ ആ പച്ച ബെൽറ്റ് അങ്ങോട്ട് മുറുക്കി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാ വാപ്പ ഇങ്ങനെ നടക്കുമായിരുന്നു ദിവസങ്ങളോളം പട്ടിണി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഉപ്പമാർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. എല്ലാവർക്കും ഉമ്മാനമല്ലാത്ത ഇഷ്ടമാ. എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉമ്മാനമല്ലാത്ത ഇഷ്ടം. വാപ്പാനോട് അത്ര ഇഷ്ടമില്ല. വാപ്പ തല്ലും, വാപ്പ വഴക്കു പറയും, വാപ്പ ചോദിക്കുന്നതൊക്കെ വാങ്ങിത്തരൂല്ല. അതുകൊണ്ട് വാപ്പാനോട് ചില മക്കൾക്ക് വല്ലാത്ത ദേഷ്യവ. ഇല്ലടാ മോനെ, വാപ്പ ആരാന്ന് നിനക്കറിയില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നമ്മുടെ വാപ്പയാ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് വാപ്പയാ. വാപ്പ പിന്നെ സ്നേഹം പുറത്ത് കാണിക്കാറില്ല. കാരണം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലവരാകില്ല. വാപ്പ എല്ലാ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കും, എൻ്റെ മോൻ, എൻ്റെ മോൻ. ചിലപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ ഉമ്മാനോട് ചോദിക്കും, മോൻ വല്ലതും കഴിച്ചോ? ചിലപ്പോൾ നമ്മളെ വഴക്ക് പറയും, നമ്മളെ തല്ലും. എന്നിട്ട് റൂമിനകത്ത് കയറി കിടക്കുമ്പോൾ, ഉമ്മ കടത്ത് വന്ന് കിടക്കുമ്പോൾ ഉമ്മാനോട് ചോദിക്കും, അവൻ വല്ലതും കഴിച്ചോ? അവൻ വല്ലതും കഴിച്ചോ? നീ പോയിട്ട് അവനെ ഒന്ന് സമാധാനിപ്പിക്കും. ഞാൻ അവനെ അടിച്ചില്ലേ? പടച്ചവനെ ഉപ്പ പുറത്ത് കാണിക്കാതെ നമ്മളെ സ്നേഹിക്കും. പക്ഷെ എല്ലാവരും ഉമ്മാനോട് വല്ലാത്ത സ്നേഹവാ. ഉമ്മാടെ കാൽ ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. എന്നാ നീ പഠിക്കടാ, വാപ്പ ആരെന്നറിയൂ? ഉമ്മാടെ കാൽ ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. പക്ഷെ നമ്മുടെ വാപ്പ ആരെന്നറിയോ? ആ സ്വർഗത്തിന്റെ വാതില് വാപ്പയാ. നമ്മുടെ ഉപ്പയാ സ്വർഗത്തിന്റെ മധ്യവാതിൽ. ഉമ്മാടെ കാൽ ചുവട്ടിലേക്ക് കിടക്കുന്ന സ്വർഗത്തിൽ പോകണമെങ്കിൽ വാപ്പയുടെ വാതിലിലൂടെയേ കയറി പോകാൻ പറ്റൂ. അള്ളാഹു നമ്മുടെ ഉപ്പാടെ ഖബറിടം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഉപ്പ ഒരു ബെൽറ്റ് അങ്ങോട്ട് മുറുകെ കെട്ടിക്കഴിഞ്ഞാൽ ഇന്നാരും പച്ച ബെൽറ്റ് ധരിക്കാറില്ല. ഇന്നാരും ബെൽറ്റ് ധരിക്കാറില്ല. വാപ്പയാ ബെൽറ്റ് അങ്ങോട്ട് ധരിച്ചു കഴിഞ്ഞാൽ, ഉപ്പാന്റെ മുണ്ടൊന്ന് മുറുക്ക ഉടുത്തി കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അവര് ഭക്ഷണം കഴിക്കാതെ കഴിച്ചോ എന്ന് ചോദിച്ചാ ഞാൻ കഴിച്ച്, നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉപ്പമാര് നടക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും പട്ടിണിയും പട്ടിണിയും ദാരിദ്ര്യവുമായി കിടക്കുന്ന അവസ്ഥ. അപ്പോഴാണ് അവർ അല്ലാഹുവിന്റെ ദീന് മുറുകെ പിടിച്ചില്ലേ. എല്ലാവരും പറയും, ഉസ്താദേ, ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. ഈ പള്ളിയുടെ മുമ്പിൽ ഇരിക്കുന്നവരോട് ചോദിച്ചാൽ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാ പറയും, ഉസ്താദേ ഞാൻ കിടന്നിട്ടുണ്ട്, ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്, ഉസ്താദേ ഞാൻ കിടന്നിട്ടുണ്ട്. എങ്കിൽ ഞാൻ ചോദിക്കുകയാ, നിങ്ങൾക്ക് പട്ടിണി എന്താണെന്നറിയോ? യഥാർത്ഥത്തിൽ പട്ടിണി എന്താണെന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല. ആ പട്ടിണി എന്താണെന്ന് നമുക്കറിയില്ല. അതാതിരെ പെങ്ങളെ, പട്ടിണിയെ കുറിച്ച് പറയാനുള്ള അവകാശം നിനക്കൊന്നുമില്ല മോളെ. അല്ലാഹു നിനക്കൊക്കെ ചെയ്ത നിഅമത്ത് ചിന്തിക്കൂ. കൊട്ടാരം പോലെ കോടികൾ ചെലവഴിച്ച വീട്, സഞ്ചരിക്കാൻ കാറ്, ഫോൺ വിളിച്ച ഫുഡ് വീട്ടിൽ വരികയാണ്, സുഭിക്ഷമായ ഭക്ഷണം, സുഭിക്ഷമായ സുഖവാസം. അല്ല ഇതൊക്കെ തന്നിട്ടും നിനക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ലേ? എങ്കിൽ അല്ലാഹുവേ, നിനക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോ
മോള് മഹ്ദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ സ്വർഗ്ഗത്തിന്റെ റാണിയാ, സ്വർഗ്ഗത്തിന്റെ റാണിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പൊന്നാര മകളുടെ വീടിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ വീടിനകത്ത് കിടന്ന് ഹസനും ഹുസൈനും കരയുകയാണ്, ഹസനും ഹുസൈനും കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു പറയുന്നു, മോളെ ഫാത്തിമ, മക്കൾക്ക് കടിക്കാൻ വല്ലതും കൊടുക്കൂ ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകന് വിളിച്ചു പറയുകയാ. നബി തങ്ങൾ പള്ളിയിലേക്ക് പോയി. ഫാത്തിമ ബീബിയുടെ വീടിനകത്ത് കരച്ചലാട്. നബി തങ്ങൾ പിന്നെയും ആളെ അയച്ചു കൊടുത്ത് വിളിച്ചു പറയുകയാണ്, വല്ലതും കൊടുക്കൂ ഫാത്തിമ. അവസാനം പടച്ചവനെ ഫാത്തിമ ബീബിയുടെ വീടിനകത്ത് നിന്ന് കുഞ്ഞുങ്ങളുടെ കരച്ചൽ കേട്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് ദേഷ്യമായി, നബി തങ്ങൾക്ക് വിഷമമായി. പള്ളിക്കകത്ത് നിന്ന് ഇറങ്ങുകയാണ്. ഫാത്തിമ ബീബിയുടെ വീടിനകത്തേക്ക് കടന്നു ചെന്നിട്ട് തന്റെ കരളിന്റെ കഷ്ടമായ തന്റെ പൊന്നാര മകളോട് പടന്ന് ദേഷ്യപ്പെടുകയാ. മക്കള് കരയുന്നത് കണ്ടില്ലേ ഫാത്തിമ? കരുണയില്ലേ ഫാത്തിമ? ഭക്ഷണം കൊടുക്കാത്തതെന്തേ ഫാത്തിമ? ഉപ്പ വീടിനകത്ത് കയറി വന്നിട്ട് ഫാത്തിമ ബീബിയെ വഴക്ക് പറയുന്നത് കേട്ടപ്പോ സഹിക്കാൻ കഴിയാതെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ തല ഇങ്ങനെ മുട്ടിലേക്ക് താഴ്ത്തിപ്പിടിച്ചിട്ട് കരയുകയാ. ഫാത്തിമ ബീബി തേങ്ങി തേങ്ങി കരയുകയാണ്. നബി തങ്ങളുടെ ദേഷ്യമൊക്കെ പോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. തന്റെ പൊന്നാര മകള് കരയുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ സമാധാനത്തോടെ അടുത്ത് വന്നിരുന്നിട്ട് നബി തങ്ങൾ ചോദിക്കുന്നു, മോളെ ഫാത്തിമ, എന്തിനാ നീ കരയുന്നത്? മക്കള് കരയുന്നത് നീ കണ്ടില്ലേ? അവർക്ക് പാല് കൊടുത്തുകൂടെ? അവർക്ക് ഭക്ഷണം കൊടുത്തുകൂടെ? എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ സ്വർഗത്തിന്റെ റാണിയായ നബി തങ്ങളുടെ പൊന്നാര മകള് തന്റെ മുഖം ഇങ്ങനെ താഴ്ത്തിപ്പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ, വാപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ആഴ്ചകളായി വാപ്പാ. പച്ചവെള്ളവും കാരക്കയുമാ, പച്ചവെള്ളവും കാരക്കയുമാ, അതും തീർന്നു വാപ്പാ, അതും തീർന്നു വാപ്പാ. എന്റെ പൊന്നാര മക്കൾക്ക് കൊടുക്കാ ഭക്ഷണമില്ല. എന്റെ മോന് പാല് കുടിക്കുന്നതിന് വേണ്ടി കിടന്ന് കരയുമ്പോ ഞാൻ എന്റെ മാറിടമെടുത്ത് എന്റെ മക്കളുടെ വായിലേക്ക് വെച്ച് കൊടുത്തപ്പോ പാല് കിട്ടാതെ വന്നപ്പോ അവര് കടിച്ചിട്ട് എന്റെ മാറിടം മുറിഞ്ഞു വാപ്പാ. എന്റെ മാറിടത്തിലൂടെ രക്തം വരുന്നു വാപ്പാ. അല്ലാഹുവിന്റെ റസൂൽ ഇത് കേൾക്കുമ്പോ നബി തങ്ങളുടെ കണ്ണ് നിറയുകയാ. ഒരു വാപ്പയാണല്ലോ, ഒരു വാപ്പയാണല്ലോ. ചിന്തിക്കു പെങ്ങളെ, പട്ടിണി കിടന്നിട്ട് പടച്ചവനെ തന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാറില്ലാതെ പാല് പറ്റിപ്പോയില്ലേ? കടിച്ചിട്ട് പാലാ മാറിടത്തിലൂടെ രക്തം ഇങ്ങനെ വരുന്നൊരവസ്ഥയിൽ ആ കുടുംബം പട്ടിണി കിടന്നെങ്കിൽ ഇതിനല്ലേ മോളെ പട്ടിണി എന്ന് പറയുന്നത്? ഇതിനല്ലേ വാപ്പാ പട്ടിണി എന്ന് പറയുന്നത്? ഇതുപോലെ നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ പട്ടിണി കിടന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് കരയുകയാ. നബി തങ്ങളുടെ കണ്ണ് നിറയുകയാ. വീടിന്റെ പുറത്തിറങ്ങി പഴുത്ത് കിടക്കുന്ന മലരാരണ്യത്തിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകം നടക്കുകയാ. ഒരാളുടെ മുമ്പിലും കൈനീട്ടാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകം നടക്കുകയാണ്. ഒരുപാട് ദൂരം നടന്നടോ, കിലോമീറ്ററുകളോളം അല്ലാഹുവിന്റെ റസൂൽ നടക്കുകയാണ്. അവസാനം ഒരു ഈന്തപ്പന തോട്ടം കണ്ടു, ഒരു യഹൂദിയായ മനുഷ്യന്റെ തോട്ടം കണ്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ തോട്ടത്തിനകത്ത് കടന്നു ചെന്നു. അവിടെ നിന്ന് ചോദിക്കുന്നു, മനുഷ്യ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ? എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? അല്ലാഹുവേ, യഹൂദി പറയുന്നു, എന്റെ ഈന്തപ്പന മരങ്ങൾക്ക് വെള്ളം കൂടി നനച്ചാൽ ഈത്തപ്പഴം തരാ, 3 കാരക്ക വെച്ച് കൂലി തരാ. സുബ്ഹാനല്ലാഹ്. തൊട്ടിയും കയറുമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് നബി തങ്ങൾ പോകുകയാ. ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കൂടിയിട്ട് ഈന്തപ്പന മരങ്ങൾ നനയ്ക്കുകയാണ്. നബി തങ്ങൾ വെള്ളം നനയ്ക്കുകയാ.
യഹൂദി വീടിനകത്തേക്ക് കയറി ചെന്നു. കുറെ സമയം കഴിഞ്ഞു. യഹൂദി വീടിന്റെ വെളിയിൽ വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് കിണറ്റിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. വെള്ളം കോരുന്നില്ല. യഹൂദി ചോദിക്കുന്നു, എന്തേ വെള്ളം കോരാത്തത്? എന്തേ വെള്ളം കോരാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിലേക്ക് വീണുപോയി. നബിതങ്ങളുടെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിലേക്ക് വീണുപോയി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ കയ്യിൽ നിന്ന് കിണറ്റിലേക്ക് തൊട്ടി വീണു. ആ മനുഷ്യൻ അറിയില്ലാതെ നബിതങ്ങളാണെന്ന് തൊട്ടി കിണറ്റിലേക്ക് വീണെന്ന് പറയുമ്പോ ആ മനുഷ്യന് വല്ലാത്ത ദേഷ്യം വന്നു. അല്ലാഹുവിന്റെ റസൂലിനെ തല്ലുകയാ. മുത്തുനബിയുടെ ശറഫാക്കപ്പെട്ട മുഖത്തടിക്കുകയാ. നബിതങ്ങളൊന്നും മിണ്ടിയില്ല. അല്ലാഹുവിന്റെ റസൂൽ അനങ്ങിയില്ല. പടച്ചവനേ, കിണറ്റിനകത്ത് വീണ് പോയ തൊട്ടിയെടുക്കുകയാ. യഹൂദിയുടെ കയ്യിൽ കൊടുത്തിട്ട് ചോദിക്കുകയാണ്. യഹൂദിയുടെ കയ്യിൽ കൊടുത്തിട്ട് ചോദിക്കുന്നു, എന്റെ കൂലി തരുവോ? സുബ്ഹാനല്ലാഹ്. നബിതങ്ങളുടെ കയ്യിലേക്ക് കൂലിയെടുത്ത് കൊടുക്കുമ്പോ ആ യഹൂദി പോലും ചിന്തിക്കുന്നു, ഈ മനുഷ്യൻ ആരാ? തല്ലിയിട്ട് പോലും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഈ മനുഷ്യന് ദേഷ്യം വരുന്നില്ലല്ലോ. കൂലി കിട്ടിയപ്പോ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് നബിതങ്ങൾ ഓടുകയാ. അതാ വീടിനകത്തേക്ക് ഓടിച്ചെന്നോ. തളർന്നു കിടക്കുന്ന മക്കളുടെ വായിലേക്ക് കാരക്കയെടുത്ത് വെച്ച് കൊടുക്കുമ്പോ ആർത്തിയോടെ തിന്നുകയാ. ആർത്തിയോടെ തിന്നുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര കാരയ്ക്ക് കൊടുത്ത് തന്റെ പൊന്നാര കൊച്ചുമക്കൾക്ക് കടിക്കാൻ കൊടുത്തിട്ട് ബാക്കി വന്ന കാരയ്ക്ക ഫാത്തിമ ബീവിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോ നബിതങ്ങൾ മുഖമിങ്ങനെ താഴ്ത്തിപ്പിടിക്കുകയാ. നബിതങ്ങൾ ഇങ്ങനെ മുഖം താഴ്ത്തിപ്പിടിക്കുകയാ. അടച്ചവനെ, ഫാത്തിമ ബീബി നോക്കുമ്പോ പാന്റെ മുഖം ചുമന്ന് കിടക്കുകയാണ്. നബിയുടെ മുഖം ഇങ്ങനെ ചുമന്ന് കിടക്കുകയാ. നബിതങ്ങൾ പൊന്നുമോള് കാണാതെ തല ഇങ്ങനെ താഴ്ത്തിപ്പിടിക്കുകയാണ്. തന്റെ പൊന്നാര മകളുടെ കയ്യിലേക്ക് ഈത്തപ്പഴം വെച്ച് കൊടുക്കുമ്പോ നബിതങ്ങളോട് ചോദിക്കുന്നു, ഉപ്പാ ഒന്ന് തല ഉയർത്തു വാപ്പാ, എന്റെ ഉപ്പാന്റെ മുഖമൊന്ന് കാണട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം കണ്ടപ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകളുടെ നെഞ്ചു പൊട്ടുകയാണ്. വാപ്പാന്റെ മുഖത്തിങ്ങനെ തല്ലുകൊണ്ടതിന്റെ അടയാളം കിടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മകളുടെ കയ്യിലേക്ക് ഈത്തപ്പഴം എടുത്തു കൊടുത്തിട്ട് നബിതങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഫാത്തിമ, നിന്റെ ഭർത്താവിനെ വേദനിപ്പിക്കല്ലേ ഫാത്തിമ. ഇതിന് നാളെ റബ്ബിനോട് കണക്ക് പറയണം ഫാത്തിമ. പെങ്ങളെ, ദീനനുസരിച്ച് ജീവിക്കാൻ പട്ടിണി ഒരു തടസ്സമല്ല, പ്രയാസം ഒരു തടസ്സമല്ല. നബിതങ്ങൾ ജീവിച്ചില്ലേ? നബിതങ്ങളുടെ ഭാര്യമാര് ജീവിച്ചില്ലേ? നബിതങ്ങളുടെ മക്കള് ജീവിച്ചില്ലേ? അല്ലാഹുവേ, നബിതങ്ങളുടെ സ്വഹാബത്ത് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ പട്ടിണി കിടന്ന ചരിത്രം പഠിച്ചവരല്ലോ. അല്ലാഹുവിന്റെ റസൂല് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പടുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിലൂടെ നടന്നു പോകുമ്പോ വഴിയിലെതിരെ ഒരാള് നടന്നു വരികയാ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. നബിതങ്ങൾ ചോദിക്കുന്നു, എവിടെ പോകുന്ന അബൂബക്കറെ? ഉറക്കം വരുന്നില്ല നബിയെ, വിശപ്പ് കാരണം കിടക്കാൻ പറ്റുന്നില്ല. നബിതങ്ങളും അബൂബക്കർ
അബൂബക്കറും നടക്കുകയാണ്. രണ്ടാമതൊരാള് വരുന്നു, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. എവിടെ പോകുന്നു ഉമറേ? വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. സഹാബത്തിന്റെ ചരിത്രമാണോ? അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹു നിനക്ക് ഭയം തരും, അല്ലാഹു നിനക്ക് വിശപ്പ് തരും. നിന്റെ കച്ചവടം അല്ലാഹു തകർക്കും വാപ്പാ, നിന്റെ കച്ചവടം അല്ലാഹു തകർക്കുകയാണ്. സാമ്പത്തിക ഞെരുക്കം തരികയാണ്, ഒരുപാട് പ്രയാസങ്ങൾ നിനക്ക് തരികയാണ്. ഹറാമിലേക്ക് പോകരുത്, അല്ലാഹനെ മറക്കരുത്, ദീനിന്റെ നിയമങ്ങൾ മറക്കരുത്. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പരീക്ഷണം അല്ലാഹു നിനക്ക് തരും, നീ തോറ്റുപോകരുത്. ഭാര്യ പറയും ലോൺ എടുക്കാൻ, അവള് പറയും പലിശക്കെടുക്കാൻ, അവള് പറയും പണയത്തിന് വെക്കാൻ. തോറ്റുകൊടുക്കല്ല വാപ്പാ. അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിക്ക്, പരിശുദ്ധമായ ഖുർആൻ മുറുകെ പിടിക്ക്. ഹറാമ് തിന്നരുത്, ഹറാമ് കൊടുക്കരുത്, ഹറാമ് വാങ്ങരുത്, പലിശയ്ക്ക് സാക്ഷി പോലും നിൽക്കരുത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാ, നിന സാമ്പത്തിക നഷ്ടം വരും, മാനസികമായി തകരും, മാനസികമായി തകരും. പടച്ചവൻ നിനക്ക് രോഗങ്ങൾ തരും, ക്യാൻസർ തരും, ട്യൂമർ തരും. പടച്ചവനെ കിഡ്നി തകരും, ലിവർ തകരും, ശരീരം തളർത്തും, കിടന്ന കിടപ്പിൽ കിടത്തും. ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു നിനക്ക് തരും. കുറ്റം പറയല്ലേ, പരാതി പറയല്ലേ, ഒരിക്കലും സങ്കടപ്പെടല്ലേ. അല്ലാഹുവിന്റെ തീരുമാനമാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഖുർആൻ പറയുകയാ, ഈ ബേക്കൽ പള്ളിയിൽ നിന്റെ മകന്റെ മയ്യത്ത് കൊണ്ടുവെക്കും, നീ നിസ്കരിക്കേണ്ടി വരും. നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്റെ മോന്റെ ജനാസ കൊണ്ടുവെക്കും. നീ ഇരിക്കുമ്പോ നിന്റെ മകനെ മരിപ്പിക്കും, നിന്റെ മകളെ മരിപ്പിക്കും. സങ്കടപ്പെടരുത്, പരാതി പറയരുത്, ഒരിക്കലും അല്ലാഹനെ കുറ്റപ്പെടുത്തരുത്. ഈമാൻ ഉറക്കേണ്ട സമയമാണ്. അതുകൊണ്ട് അല്ലാഹു പറയുകയാ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അതുകൊണ്ട് ഞാൻ പറയുകയാ, ഏത് പ്രയാസത്തിന്റെ നടുവിലും, എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും, എത്ര വലിയ പ്രയാസമാണെങ്കിലും, നീ മുറുകെ പിടിക്ക്, ഇസ്ലാമിന്റെ നിയമം മുറുകെ പിടിക്ക്, ഖുർആൻ അനുസരിച്ച് ജീവിക്ക്, നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്ക്. അതുകൊണ്ട് നബിതങ്ങൾ പറയുകയാ, രണ്ട് സ്വഭാവങ്ങൾ ഒരാൾക്ക് പാടില്ല, രണ്ട് സ്വഭാവങ്ങൾ ഒരാൾക്ക് പാടില്ല. നബിതങ്ങൾ പറയുകയാ, അതാ നബിതങ്ങൾ പറയുന്നു, അൽ ഖയ്യിസു മൻ ദാന നഫ്സാ. നബിതങ്ങൾ പറയുകയാണ്, അൽ ഖയ്യിസു മൻ ദാന നഫ്സാ വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ അത്ബഅ ഹവാ വതമന്നാ അലല്ലാഹ്. അതുകൊണ്ട് ഈ പള്ളിമുറ്റത്തിരിക്കുന്നവരോട് പറയുകയാണ്, വാപ്പാ നീ ബുദ്ധിയുള്ളവനാകൂ, നീ ബുദ്ധിയുള്ളവനാകൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു പറയുകയാ, ചിന്തിക്ക്, ചിന്തിക്ക്, ചിന്തിക്ക്. ഞാൻ നിങ്ങളോടും പറയുകയാ, നിങ്ങൾ ചിന്തിക്ക്. ബുദ്ധിയുള്ളവനാരെന്നറിയോ? ബുദ്ധിയുള്ളവനാരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മന്ദാൽ ഖയ്യിസു മന്ദാന നഫ്സഹു. പടച്ചവനെ, ജീവിതത്തിൽ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ചിന്തിക്കണോ? 50, 60, 70 വയസ്സുള്ളവർ ഇവിടെ ഇരിക്കുന്നല്ലോ. വാപ്പാ 70 കൊല്ലം നീ ജീവിച്ചില്ലേ? 60 കൊല്ലം നീ ജീവിച്ചില്ലേ? 2023 കടന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, ഈ പള്ളിപ്പറമ്പിലേക്ക് വരാൻ നീ 1 വർഷം കൂടെ അടുത്ത് കളഞ്ഞില്ലേടാ? ഇവിടെ കബറ് വെട്ടണ്ടേ ചെറുപ്പക്കാരാ? അസ്റായിൽ വരാ സമയമായില്ലോ, 1 വയസ്സ് കൂടെ
കൂടിയില്ലേ, നന്നാകാ തോന്നുന്നില്ലേ, ജീവിതത്തിൽ കഴിഞ്ഞു പോയതിനെ കുറിച്ച് നിനക്ക് ഓർമ്മയില്ലേ? ചെറുപ്പക്കാരാ, ഒന്ന് ചിന്തിച്ചു നോക്കടാ, ഒന്നാലോചിക്കടാ, എത്ര പാപമാ ചെയ്തത്. ഇന്ന് ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ 11 മണിയായല്ലോ. ഇന്നത്തെ കണക്കെടുക്കാൻ പറ്റുമോ? കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈ കൊണ്ട് പിടിച്ചത് പാപമാ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പാപമാ. ഇന്നത്തെ ഒരു കണക്ക് പോലും നിനക്കറിയില്ലെങ്കിൽ ഈ ചുമലിരിക്കുന്ന മലക്കുകൾ എഴുതി വെക്കുന്നില്ലേ ബാപ്പാ? എന്തേ ആലോചിക്കാത്തത്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങൾ ഒരു ബുക്കിനകത്ത് എഴുതി വെക്കുകയാണ്. വൈകുന്നേരമായ രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം വരെ ചെയ്തത് മുഴുവനും എഴുതി വെക്കുകയാണ്. വെള്ളിയാഴ്ചയായി കഴിഞ്ഞാൽ ഉമർ തങ്ങൾക്ക് ലീവാണ്. വെള്ളിയാഴ്ച ലീവ് ദിവസമാണ്. ഉമർ തങ്ങൾ പടച്ചവനെ ബുക്കുമെടുത്തുകൊണ്ട് റൂമിനകത്ത് കയറിയിട്ട് വാതിലടയ്ക്കുകയാണ്. എഴുതി വെച്ചതെടുത്തിട്ട് വായിക്കുകയാ. അല്ലാഹുവിനെതിരെ പ്രവർത്തിച്ചല്ലോ, നീ തെറ്റ് ചെയ്തല്ലോ, ചാട്ടവാറെടുത്ത് ഉമർ തങ്ങൾ തന്റെ ശരീരത്തിലേക്ക് തല്ലുകയാ. പടച്ചവനെ ഹസിബൂ ഖബല അൻ തുഹാസബൂ. ഉമർ തങ്ങൾ അവിടെ നിന്ന് വിചാരണ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, കൂടെ നടന്ന പലരും പള്ളിപ്പറമ്പിലെത്തി. കൂടെ പഠിച്ചവർ, കൂടെ പറപ്പുകൾ, കുടുംബക്കാര് പലരും മണ്ണിനടിയിലെത്തിയല്ലോ. അതുകൊണ്ട് നന്നാകണ്, ജീവിതത്തിൽ ചെയ്തു പോയതിന്റെ കണക്കൊന്നെടുക്കണ്, പാപങ്ങളും ദാമൊന്ന് എഴുതിയെടുക്കണ്. എന്നിട്ട് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യണ്. നബിതങ്ങൾ പറയുകയാ, വഅമില ലിമാ ബഅദൽ മൗത്ത്. വാപ്പാ, ഈ പള്ളിപ്പറമ്പിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും നീ ചെയ്തു വെക്ക്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്ക് വാപ്പാ. പെങ്ങളെ, എന്തിനാ മോളെ പടച്ചറബിനെ മറന്നു നടക്കുന്നത്? ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് കാണിക്കുന്ന തോന്നിവാസങ്ങളുണ്ടല്ലോ, നിനക്കൊക്കെ എന്ത് പേക്കൂത്ത് കാണിക്കാൻ വേണമെങ്കിലും പോകാമല്ലോ. അതിന് നിനക്ക് രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ടല്ലോ, കുറ്റം പറയുന്നില്ലല്ലോ. പക്ഷേ എന്തിനാ മോളെ ഫർദ ധരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്നത്? ഈ സമുദായത്തിന് നാണം കെടുത്തുന്നത്. അള്ള ഉണ്ടെന്ന് ഓർമ്മയുണ്ടോ മോളെ? മരണമുണ്ടെന്ന് ഓർമ്മയുണ്ടോ പെങ്ങള്? നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ അള്ളാഹു നിന്നെ പിടിച്ചു നിർത്തുമെന്നുള്ള ദിവസത്തെ കുറിച്ച്, ആ ചിന്തയെ കുറിച്ച് ഓർമ്മയുണ്ടോ ഉമ്മ? പ്രായം മറന്നുകൊണ്ട് കാണിച്ച ഓരോ പ്രവർത്തനങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്ക്. എവിടെ കൊണ്ട് കഴുകാനാ, എവിടെ കൊണ്ട് തീർക്കാനാ? ഈ പാപമൊക്കെ നിന്റെ തലയുടെ മുകളിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഇന്നെങ്ങനെ വേണമെങ്കിലും നീയൊക്കെ നടന്നോ? അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നിന്നെയൊക്കെ എന്റെ മുൻപിൽ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടടി. നീയൊക്കെ എന്തൊക്കെ കാണിച്ചാലും, എവിടെയൊക്കെ പോയാലും, എന്തെല്ലാം തോന്നിവാസങ്ങൾ കാണിച്ചാലും, ഞാൻ തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് എന്നെ മറന്നുകൊണ്ട് നന്ദികേടുകൾ കാണിച്ചുകൊണ്ട് ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ ആസ്വദിച്ച് തിന്നും കുടിച്ചും സുഖിച്ചും നടക്കുന്നവര്, അല്ലാഹു പറയുകയാ, നിന്നെയൊക്കെ ഞാൻ പിടിക്കും പെണ്ണ്, നിന്നെയൊക്കെ കൊണ്ടുവരുമടി. കാബിദുൽ അർവാഹു മലക്ക് അസ്റായീൽ നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് പറയും, വിളിക്കടി, കൊണ്ടുപോകാമെന്നതാ. നിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുമല്ലോ. ഫകസഫിനാ അൻക ഖിതാക ഫബസറുക അൽയൗമ ഹദീദ്. കാണുമ്പോ പിടഞ്ഞു വീഴും പെണ്ണ്. എവിടെയാണെന്നറിയില്ലല്ലോ. എവിടെയാണ് ഉത്സവമുള്ളത്? എവിടെയാണ് ഫെസ്റ്റിവൽ ഉള്ളത്? എവിടെയാണ് ആഘോഷമുള്ളത്? കേറിയിറങ്ങി നടക്കുന്ന പെണ്ണ്. അതാ ഇസ്രായേൽ വരുന്നത് കാണുമടി മോള്. പിടഞ്ഞ് താഴെ വീഴുകയാ. മലക്കുകൾ പറയുന്ന, വിളിക്കടാ, വിളിക്കു പെണ്ണ്, വിളിക്കു പെണ്ണ്. കല്ലാ ഇദാ ബലഗതി ത്വറാഖിയ വകീല മൻ റാഖ്.
وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. അല്ലാഹു പറയും വിളിക്കാർ, അല്ലാഹു പറയും വിളിക്കാർ, നിന്നെ രക്ഷപ്പെടുത്താൻ എടിയെ നിന്നെ കൊണ്ടുപോകാമെന്നതാണ്, നിന്റെ റൂഹ് പിടിക്കാമെന്നതാണ്. ആരെ വേണമെങ്കിലും വിളിക്കൂ, ഓടാൻ പറ്റുമെങ്കിലോടൂ, രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടൂ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്ന ദിവസമുണ്ടല്ലോ. വിഷമം തോന്നരുത് വാപ്പമാര്, വിഷമം തോന്നരുത് ചെറുപ്പക്കാരാ. സ്വന്തം ഭാര്യയെയും മക്കളെയും ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് പാതിരാത്രി പുറത്തിറങ്ങാൻ അനുവദിച്ച ഉപ്പമാരെ, നിന്നെ അല്ലാഹു വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. നിന്റെ ഭാര്യയും നിന്റെ പെമ്മക്കളും, നിന്റെ ഭാര്യയും നിന്റെ മക്കളും അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. നബി തങ്ങൾ പറയുകയാ, പടച്ചവനെ മക്കളെയും ഭാര്യയെയും പൈസ കൊടുത്തിട്ട് വണ്ടിയിൽ കയറ്റി ഇറക്കി വിടുന്ന ഉപ്പമാരെ, തഴമ്പുള്ളവനാകട്ടെ താടിയുള്ളവനാകട്ടെ, നിനക്കറിയുവോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ബേക്കൽ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് പരലോകത്തേക്ക് ജനങ്ങൾ എഴുന്നേറ്റ് വരികയാ. പട്ടിയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയുടെ രൂപത്തിൽ, മുഖത്ത് മാംസമില്ലാത്തവൻ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവൻ, നടന്നു വരുന്നവൻ, ഇടഞ്ഞു വരുന്നവൻ, മുഖത്ത് മാംസമില്ലാത്തവൻ, മലദ്വാരങ്ങളിൽ കുടികുത്തി വെച്ച് വരുന്നവൻ, ഇതുപോലെ നാളെ പരലോകത്തെ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ കോടതിയിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവൻ ആരെന്നറിയോ? അള്ളാന്റെ കോടതിയിലെ ഏറ്റവും വലിയ മോശക്കാരൻ ആരെന്നറിയോ? അല്ലാഹു നിന്റെ മുഖത്ത് നോക്കില്ല, അല്ലാഹു നിന്നോട് കരുണ കാണിക്കില്ല, അല്ലാഹു നിന്നോട് സംസാരിക്കില്ല. നാണം കെടുമടാ വാപ്പാ, നാണം കെടും ചെറുപ്പക്കാരാ. ബേക്കലിൽ കുറച്ച് ജനങ്ങളുടെ മുമ്പിൽ നാണം കെടുന്നതിന് നീ ഭയപ്പെടുന്നതെങ്കിൽ, നീ പെണ്ണ് പിടിക്കുന്നതും കള്ള് കുടിക്കുന്നതും പലിശ തിന്നുന്നതും നാട്ടുകാരറിയുന്നത് നാണക്കേടായി കാണുന്നവര്, എങ്കിലും നാളെ പടച്ചറപ്പിന്റെ കോടതിയില് ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അവരുടെ അനുയായികള്, അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ മക്കള്, അല്ലാഹുവിന്റെ പ്രവാചകര്, പ്രവാചകന്റെ ഭാര്യമാര്, പ്രവാചകന്റെ മക്കള്, പ്രവാചകന്റെ സ്വഹാബത്ത്, താബിഈങ്ങള്, തബഉ താബിഈങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ കുടുംബക്കാര്, നിന്റെ നാട്ടുകാര്, നിന്റെ കൂട്ടുകാര്, കോടാരി 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 വരുന്ന ജനത മുഴുവനും ഒരുമിച്ച് നിൽക്കുന്ന പടച്ചറപ്പിന്റെ കോടതിയിൽ ഏറ്റവും വലിയ നശിച്ചവനാരെന്നറിയോ? വൃത്തികെട്ടവനാരെന്നറിയോ? പള്ളു കുടിക്കുന്നവനല്ല, വ്യഭിചരിക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല, ശിർക്ക് ചെയ്യുന്നവരല്ല. ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന ചിലരാടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആരാണെന്നറിയോ? ആരാണെന്നറിയോ? തന്റെ ഭാര്യയും തന്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നാളെ അള്ളാന്റെ കോടതിയിലെ ഏറ്റവും വലിയ നശിച്ചവൻ 3 വിഭാഗം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതിലെ ഒരു മനുഷ്യൻ ആരെന്നറിയോ? ഒരു ഭർത്താവ്, ഒരു വാപ്പ. സ്വന്തം പെണ്ണും പിള്ളയും മക്കളും ചെയ്യുന്നത് പാപമാണെന്നറിയാം, സ്വന്തം ഭാര്യയും മക്കളും ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടും അതിന് കൂടെ നിൽക്കുന്ന വാപ്പ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഈ നിരന്നിരിക്കുന്ന ആണുങ്ങള് 10 മണിക്ക് ഒരു 8 കഴിഞ്ഞാൽ 9 കഴിഞ്ഞാൽ വീട്ടിൽ കയറുമായിരുന്നു. നമ്മുടെയൊക്കെ വീട്ടില് ഒരു 9 മണിയായി കഴിഞ്ഞാൽ നമ്മൾ വീടിനകത്ത് കയറും. പിന്നെ പുറത്താണെങ്കിൽ വല്ല വഴുതും വേണം അല്ലേ? ഇന്ന് പെണ്ണുങ്ങൾ രാത്രി 1 മണി 12 മണിക്ക് പുറത്തിറങ്ങിയ ഭർത്താവ് പറഞ്ഞു വിട്ടിരിക്കുക, നീ പൊക്കോ, നിന്റെ ഇഷ്ടത്തിന് നടന്നോ. അല്ലാഹു അലം. സ്വന്തം പെമ്മക്കളെ എടാ പോണെങ്കിൽ നിന്റെ പെണ്ണുപിള്ളയെ പറഞ്ഞു വിട്ടാ പോരെ, എന്തിനാ ഈ മക്കളെ പറഞ്ഞു വിടുന്നേ? എന്തിനാ നിന്റെ മക്കളെ കൂടെ പറഞ്ഞു വിടുന്നേ? ഇത് നിന്നെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത്. ഇത്തഖുല്ലാഹ ഫിന്നിസാ. നബിതങ്ങൾ തന്റെ അറഫ പ്രഭാഷണത്തിൽ നബിതങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ, നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക.
നിങ്ങൾ അള്ളാഹു വെറുതെ വിടത്തില്ല. സ്വന്തം ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത വാപ്പ, അതിനെ സപ്പോർട്ട് ചെയ്തു കൊടുത്ത വാപ്പ, അതിനെ നിസ്സാരമായി കണ്ട വാപ്പ, നീ എത്ര വലിയ കുത്തുബുൽ അഖ്താബാണെങ്കിലും അള്ളാഹു നിന്നെ വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് കുടുംബസമേതം പോയിരുന്നിട്ട് അള്ളാഹിനോട് നീ കര. ഇന്ന് രാത്രി നിനക്കുള്ളതാ. ഭാര്യയും മക്കളും കൂടെ പോയിരുന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ട് തൗബ ചെയ്തോ, നന്നായിക്കോ. ഇല്ലെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനങ്ങില്ലടാ സിറാജെ. ഞങ്ങൾ ഇങ്ങനെ തന്നെയാ, ഞങ്ങളൊന്നും അനങ്ങൂല, ഞങ്ങൾ ഇങ്ങനെ നടക്കത്തുള്ളൂ, ഞങ്ങൾ ഇങ്ങനെ ജീവിക്കത്തുള്ളൂ. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. മൊബൈലിൽ കണ്ടിട്ടുണ്ടോ? മക്കള് കരയുകയാ, എൻ്റെ ഉപ്പാനെ രക്ഷപ്പെടുത്തണം, എൻ്റെ ഇച്ചാന് മരുന്ന് വാങ്ങാൻ പൈസയില്ല, കിഡ്നി മാറ്റി വെക്കാൻ പൈസയില്ല, കരള് മാറ്റി വെക്കാൻ പൈസയില്ല, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് നെഞ്ചു പൊട്ടിയിട്ട് കരയുന്ന മക്കളുടെ വീഡിയോ കാണുന്നവരല്ലേ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പടച്ച റബ്ബിനെ മറന്ന് ജീവിച്ചാൽ, അള്ളാഹിനെ ധിക്കരിച്ച് ജീവിച്ചാൽ അള്ളാഹുവിന് തരാനും അറിയാം, തിരിച്ചെടുക്കാനും അറിയാം. ആ ഓർമ്മ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, ഇത്തിരി കടുത്തു പോയെന്ന് എനിക്കറിയാം. പക്ഷെ ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാ? അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു പറയുകയാ, നബിതങ്ങൾ പറയുകയാ, ജീവിതത്തിൽ വന്നതൊക്കെ പോകട്ടെ, അള്ളാഹിനോട് പശ്ചാത്തപിക്കുക. ജീവിതത്തിൽ തെറ്റുപറ്റാത്ത ആരുമില്ല, മലക്കുകളൊന്നുമല്ല. ഞാനും ചെയ്യും. വഴുതു പറയട്ടെ, എന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കല്ലേ അറിയൂ. അള്ളാഹു എനിക്ക് പുറത്തേരുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. നിർത്താറായ 11 കാലായില്ലേ? നിർത്താറായോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണം? നിർത്താറായ? ബോറടിച്ചാ പറഞ്ഞേക്കണം. എനിക്ക് 4:50 ട്രെയിന് നാട്ടിൽ പോകാനുള്ളതാ. ഒരാഴ്ചയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. സത്യം പറഞ്ഞ എനിക്കും സുഖമില്ല, എൻ്റെ ഭാര്യ പനിയായിട്ട് കിടക്കുക. അള്ളാഹു പാവത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. മാലിക് ദിനാറിലാണ് ഇനി അടുത്ത പരിപാടി. എൻ്റെ പൊന്നനി അവിടെ പോയിടാ. സലീമണ്ണൻ്റെ പോയി, സലീമിൻ്റെ മോൻ തന്നെ പോയിരി, പിന്നെ കൊടുക്കാപ്പോ. അവിടെ 2 മിനിറ്റ് ഇരിക്കണം, പുറകെ പോയിരി. അവിടെ പോയിരി, ഇല്ല ഫുട്ബോൾ കളിക്കാരനാണ്, ഗോളിയാവൻ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. നിർത്താറായ? കുറച്ചേരം കൂടി ഇരിക്കൂലേ? ഒരു 11:45 വരെ ഇരിക്കൂല, ഒരു അരമണിക്കൂറും കൂടെ. 2 കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞിട്ട് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, തെറ്റുകൾ കണ്ടാ തിരുത്തണം, പറയണം. തെറ്റുകൾ കണ്ടാ തിരുത്തുകയും പറയുകയും വേണം, ഇല്ലെങ്കിൽ വലിയ പാവാപ്പ. ഇതൊക്കെ നമ്മുടെ കയ്യിൽ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.